ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പി ടി എയും കൺവെയൻസ് അലവൻസുമാണ്. പി ടി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ്. എ പെർമനൻറ്റ് മന്ത്ലി ട്രാവലിംഗ് അലവൻസ് ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ് ടു എനി ഓഫീസർ. ഇതൊരു മന്ത്ലി റേറ്റിലായിരിക്കും ലഭിക്കുക. എല്ലാ ദിവസവും 8 കിലോമീറ്ററിൽ കൂടുതൽ ട്രാവൽ ചെയ്യണമെന്നില്ല ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. പക്ഷെ ഫുൾ പി ടി എ ലഭിക്കാൻ വേണ്ടിയിട്ട് 15 ദിവസമെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 8 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യുകയും ആ യാത്ര ചെയ്യുന്ന ദിവസങ്ങളിൽ 6 മണിക്കൂറിൽ കൂടുതൽ ഡ്യൂട്ടിയിലായിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഫുൾ പി ടി എ ലഭിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനൊക്കെ നമ്മളവിടെ പഠിച്ചു കഴിഞ്ഞു. അഡ്മിസിബിൾ പി ടി എയും അതേപോലെ തന്നെ ഡിഡക്ഷൻ ഇൻ പി ടി എയും. പിന്നെ കൺവെയൻസ് അലവൻസിൽ ഡെയിലി അലവൻസിന് അർഹതയില്ലാതെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 8 കിലോമീറ്ററിനുള്ളിലോ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിൽ തന്നെയോ യാത്ര ചെയ്യേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന് ലഭിക്കുന്നതാണ് കൺവെയൻസ് അലവൻസ്. ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് കൺവെയൻസ് അലവൻസ് ലഭിക്കുകയില്ല. പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇവിടെ കൺവെയൻസ് അലവൻസ് ലഭിക്കാൻ ഇത്ര മിനിമം ദിവസം ഡ്യൂട്ടി ചെയ്യണമെന്നൊന്നും ഇല്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈലേജ് അലവൻസ് ആണ്. മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സർവീസിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്ന ട്രാവലിംഗ് അലവൻസിനെയാണ് നമ്മൾ മൈലേജ് അലവൻസ് എന്ന് പറയുന്നത്. അലവൻസ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിച്ച് മീറ്റ് കോസ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ജേർണി. റൂള് 12 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കൺസിഡർ ഷോർട്ടസ്റ്റ് റൂട്ട് ഫോർ കാൽക്കുലേറ്റിംഗ് മൈലേജ് അലവൻസ്. ഷോർട്ടസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് റൂട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് മൈലേജ് അലവൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഒഫീഷ്യൽ ജേർണിയുടെ ഭാഗമായി റെസിഡൻസിൽ നിന്നോ ഓഫീസിൽ നിന്ന് എയർപോർട്ടിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റേഷനിലേക്കോ തിരിച്ചോ ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ പോകുന്നതിനുള്ള ഫെയർ ലഭിക്കുന്നതായിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. റൂൾ 15 പറയുന്നുണ്ട്. എ ജേർണി ഓൺ ട്രാൻസ്ഫർ ഈസ് ഹെൽഡ് ടു ബിഗിൻ ഓർ എൻഡ് അറ്റ് ദി ആക്ച്വൽ റെസിഡൻസ് ഓഫ് ദി ഗവൺമെൻറ് സർവൻറ്റ്. ട്രാൻസ്ഫർ ലഭിക്കുമ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഗവൺമെൻറ് സർവൻറ്റിൻ്റെ വീട്ടിൽ നിന്നുമാണ്. എന്നാൽ മറ്റുള്ള ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഡ്യൂട്ടി പോയിന്റിൽ നിന്നും ആണ്. ഡ്യൂട്ടി പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് 200 കിലോമീറ്റർ വരെ ഫുൾ റേറ്റ് മൈലേജ് അലവൻസ് ലഭിക്കും. അതിനുശേഷം 3/4 ഓഫ് ഫുൾ റേറ്റാണ് മൈലേജ് അലവൻസ് ലഭിക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് റൂൾ 14 നോട്ട് 1 ആയിട്ടാണ്. ഫുൾ റേറ്റ് ഓഫ് മൈലേജ് അലവൻസ് വിൽ ബി അലൗഡ് അപ് ടു 200 കിലോമീറ്റേഴ്സ് എ ഡേ irrespective of the fact whether any inspection work is done or any public purpose is served en route and at 3/4 of the full rate for the remaining distance. ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. റോഡ് ജേർണിക്ക് ഗ്രേഡ് പരിഗണിക്കാതെ തന്നെ കിലോമീറ്ററിന് 2 രൂപ 50 പൈസയാണ് മൈലേജ് അലവൻസ്. മൈലേജ് അലവൻസ് ലഭിക്കുമ്പോൾ ഇൻസിഡൻ്റൽ ചാർജ് ലഭിക്കുകയില്ല. നോ ഇൻസിഡൻ്റൽ ചാർജ് ഈസ് അഡ്മിസിബിൾ ഇൻ അഡീഷൻ ടു ദി മൈലേജ് അലവൻസ്. മൈലേജ് അലവൻസ് ലഭിക്കുക ഷോർട്ടസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ അല്ലാത്ത സ്ഥിതി വരുന്ന സിറ്റുവേഷനിൽ HODക്കാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി സഞ്ചരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ HODയുടെ പെർമിഷനോടുകൂടി സബോർഡിനേറ്റ് ഓഫീസേഴ്സിനും ചീപ്പസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് റൂട്ട് അല്ലാതെയും സഞ്ചരിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിലാണ് ട്രാവൽ ചെയ്തതെങ്കിൽ നമുക്ക് മൈലേജ് അലവൻസ് ലഭിക്കുകയില്ല. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. മൈലേജ് അലവൻസ് മേടിക്കാതെ ട്രെയിനിൽ
യാത്ര ചെയ്യാവുന്നതാണ്. ട്രെയിൻ ടിക്കറ്റ് സമർപ്പിച്ച് അതിൻ്റെ കൂടെ ഇൻസിഡൻ്റൽ എക്സ്പെൻസിൻ്റെയും കൂടെ വൗച്ചർ സമർപ്പിച്ചാൽ ട്രാവലിംഗ് അലവൻസ് സ്വീകരിക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ട്രാവലിംഗ് അലവൻസിന് വേണ്ടി ഓഫീസേഴ്സിനെ 4 ഗ്രേഡുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഏതൊക്കെ ഗ്രേഡ് ഓഫീസർമാർക്ക് ഏതൊക്കെ ക്ലാസ്സിൽ യാത്ര ചെയ്യാമെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യാം. അത് ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ സെക്കൻഡ് AC, ഗ്രേഡ് 2A ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, ഗ്രേഡ് 2B ആണെങ്കിൽ തേർഡ് AC, ഗ്രേഡ് 3 ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ്, ഗ്രേഡ് 4 ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ്. ബസ് അതേപോലെ തന്നെ ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2Bക്ക് എക്സ്പ്രസ് ബസ്സുകളിൽ യാത്ര ചെയ്യാം. ഗ്രേഡ് 3ക്കും ഗ്രേഡ് 4നും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ്. ഗ്രേഡ് 2A ഓഫീസർക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് സെക്കൻഡ് ACയിൽ യാത്ര ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് B ഓഫീസർക്ക് തേർഡ് AC ലഭിച്ചില്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലും യാത്ര ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യം എക്സാംസിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. റൂൾ 31 ഗവൺമെൻറ് ഡിസിഷൻ നമ്പർ 3. Half daily allowance will be admissible for intermediate halt beyond 200 kilometers when the journey is performed in departmental vehicles. അതുപോലെ തന്നെ റൂൾ 35 എക്സ്പ്ലെയിൻ ചെയ്ത an officer who is not authorized to travel by air but who perform a journey by air on tour can draw only EA to traveled by റെയിൽ, റോഡ് ഓർ സ്റ്റീമർ. ഒരു ഓഫീസർക്ക് എയർ ജേണിക്ക് പെർമിഷൻ ഇല്ല, എന്നാൽ അദ്ദേഹം എയർ ജേണി ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന ട്രാവലിംഗ് അലവൻസ് റെയിൽ, റോഡ്, സ്റ്റീമർ ജേണിക്ക് ഈക്വൽ ആയിട്ടുള്ള ട്രാവലിംഗ് അലവൻസ് ആയിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. അടുത്തത് അത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. റൂൾ 34 നോട്ട് 2. When an officer performs both rail and air journey on the same day, he will be allowed to draw the actual incidental expenses at the prescribed rate subjected to a minimum of 1 daily allowance for both the air and rail journey together. ഒരു ഓഫീസർ എയർ ജേണിയും റെയിൽ ജേണിയും സെയിം ഡേ തന്നെ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് മിനിമം 1 ഡെയിലി അലവൻസ് ആണ് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ആയിട്ട് ലഭിക്കുക. അതുപോലെ തന്നെ റൂൾ 44 നോട്ട് 1 ആയിട്ട് പറയുന്നു. വെൻ ട്രാവലിംഗ് ഇൻ ഹില്ലി ട്രാക്ട് ഓഫീസേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഡ്രോ an additional 25% of daily allowance or mileage allowance ordinarily admissible to them in class 1 tract, 12.5% thereof in class 2 tracts. class 1 ഓഫീസർക്ക് 25% ഡെയിലി അലവൻസ് കൂടുതൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഹില്ലി ട്രാക്ട്സിൽ. അതുപോലെ തന്നെ ക്ലാസ് 2 ഓഫീസർമാർക്ക് ഹിൽ ട്രാക്സിൽ 12.5% DA അല്ലെങ്കിൽ മൈലേജ് അലവൻസ് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ദൂരയാത്രകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ 200 കിലോമീറ്റർ കഴിഞ്ഞ് ഹാൾട്ട് അനുവദിക്കുന്നതും ഹാഫ് DA ലഭിക്കുന്നതുമാണ്. എയർ ജേണിക്ക് ലഭിക്കുന്ന ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1 DAക്ക് ഈക്വൽ ആയിരിക്കും. എയർ ജേണിക്ക് അർഹതയുള്ളവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് 77,200 മുതൽ 1,40,500 രൂപ വരെയുള്ളവർക്കാണ് എയർ ജേണിക്ക് അർഹതയുള്ളത്. ഇനി നമുക്ക് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എത്ര രൂപ വരും നോക്കാം. ഗ്രേഡ് 1 ഓഫീസർക്കാണെങ്കിൽ 90 പൈസ പെർ കിലോമീറ്റർ ആണ് റോഡ് റെയിൽ ജേണിക്ക്.
ഗ്രേഡ് 2A ഓഫീസർക്ക് 70 പൈസ പെർ കിലോമീറ്റർ, ഗ്രേഡ് 2B ഓഫീസർക്ക് 60 പൈസ പെർ കിലോമീറ്റർ, ഗ്രേഡ് 3 ഓഫീസർക്ക് 60 പൈസ പെർ കിലോമീറ്റർ, ഗ്രേഡ് 4നും അതേപോലെ തന്നെ 60 പൈസ പെർ കിലോമീറ്റർ. എയർ ജേർണിക്ക് 1 DA ആയിരിക്കും ഇൻസിഡൻ്റൽ എക്സ്പെൻസ്. അപ്പോൾ എല്ലാവരും ഇന്ന് മൈലേജ് അലവൻസ് എന്താണെന്ന് പഠിച്ചില്ലേ? ഇനി ഈ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇവിടെ നമ്മൾ DA എന്ന് പറയുന്നത് ഡെയിലി അലവൻസിനെയാണ്, അല്ലാതെ ഡിയർനെസ് അലവൻസിനെ അല്ല. ട്രാവലിംഗ് അലവൻസിൻ്റെ ഈ ഭാഗത്ത് DA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെയിലി അലവൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസ് ആൻ ഓഫീസർ traveling by road can exchange DA for mileage allowance if the distance traveled in a day is dash. Option A 30 kilometers, option B 31 kilometers, option C 32 kilometers, option D 33 kilometer. Correct answer is option D 33 kilometer. റൂള് 62-ൽ പറഞ്ഞിട്ടുണ്ട് 32 കിലോമീറ്ററിൽ കൂടുതൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അലവൻസിനെ മൈലേജ് അലവൻസായി കൺവേർട്ട് ചെയ്യാം എന്ന്. റൂള് 63-ൽ ഗവൺമെൻറ് ഡിസിഷനിൽ 2 ആയിട്ട് പറയുന്നുണ്ട്. ഇഫ് ദ ടോട്ടൽ ട്രാവലിംഗ് ഇൻ എ ഡേ എക്സീഡ്സ് 32 kilometers, he can exchange daily allowance for mileage allowance. അതായത് ഒരു ദിവസം 32 കിലോമീറ്ററിൽ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി അലവൻസിനെ മൈലേജ് അലവൻസ് ആക്കി കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ 33 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിവൈസ്ഡ് റേറ്റ് ഓഫ് മൈലേജ് അലവൻസ് ഫോർ റോഡ് ജേർണി ഈസ് റുപ്പീസ് ഡാഷ് പെർ കിലോമീറ്റർ ഫോർ ഓൾ ഗ്രേഡ് ഓഫ് ഓഫീസേഴ്സ്. ഓപ്ഷൻ എ 2, option B 2.25, option C 2.5, option D 3. Correct answer is option C 2.5. Next question, if an official journey exceeds dash kilometers, 1 day is eligible as transit. Option A 52, option B 50, option C 32, option D none of the above. Correct answer is option B 50. Question, when 2 journeys are performed within a period of 24 hours, the period of absence from headquarters will be treated as dash, irrespective of the fact that the journey was performed on 2 calendar days. Option A 2 days, option B 1 day, option C half day, option D none of the above. Correct answer is 1 day. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റൂൾ 56-ൽ റൂളിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ട്രാവലിംഗ് ഇൻ ഹിൽ ട്രാക്സ് ഓഫീസേഴ്സ് ആർ entitled to draw an additional dash of daily allowance in class 1 tracts. Option A 25%, option B 20%, option C 15%, option D 10%. Correct answer is option A 25%. റൂള് 44-ലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ് 1 ഹിൽ ട്രാക്സിന് 25% DA അഡീഷണലായി ലഭിക്കും. ക്ലാസ് 2 ട്രാക്സിന് 12% അഡീഷണൽ DAയും ലഭിക്കുന്നതാണ്. An officer perform more than 1 journey in a day, the officer may exchange the daily allowance for mileage allowance if option A at least one travel exceeds 32 kilometers, option B the total travel exceeds 32 kilometers, option C each travel exceeds 32 kilometers, option D the number of travels is more than 3. Correct answer is option B the total travel exceeds 32 kilometers. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റൂൾ 63-ൽ ഗവൺമെൻറ് ഡിസിഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിൽ ട്രാക്ക് അലവൻസ് ഈസ് ക്ലാസിഫൈഡ് ആസ്. ഓപ്ഷൻ എ സ്പെഷ്യൽ അലവൻസ്, ഓപ്ഷൻ ബി സ്പെഷ്യൽ പേ,
ഓപ്ഷൻ സി കമ്പാഷനേറ്റ് അലവൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഹിൽ ട്രാക്ട് അലവൻസ് ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A senior superintendent in revenue department has performed 2 journey in a continuous period of 22 hours on 2 calendar days. What is his entitlement for daily allowance? Option A 1 DA, option B half DA, option C 2 DA, option D 2 by 3 DA. Correct answer is option A 1 DA. Next question. The number of times a government employee can draw traveling allowance to appear for an obligatory department examination. Option A 1, option B 2, option C 3, option 4 4. Correct answer is option B 2. Rule 77. 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാൻ ട്രാവലിംഗ് അലവൻസ് ലഭിക്കുകയില്ല. ഇത്രയൊക്കെ പഠിച്ചാൽ മതി, നിങ്ങളെല്ലാവരും എക്സാം പാസ്സാവും. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. അറിയുന്നവ പെട്ടെന്ന് ആൻസറുകൾ എൻ്റർ ചെയ്യുക. 55 എണ്ണത്തിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യണമെന്നില്ല. എക്സാം പാസ്സാവാൻ 40 മാർക്ക് ലഭിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒരു 55 എണ്ണം വരെ കറക്റ്റായിട്ടുള്ളത് എൻ്റർ ചെയ്യുക. റോങ് ആയിട്ടുള്ള ഒരു ആൻസർ പോലും എൻ്റർ ചെയ്യാതിരിക്കുക. അതാണ് ഈ എക്സാം പാസ്സാവാനുള്ള ഏറ്റവും നല്ല മാർഗം. താങ്ക്സ് ഫോർ വാച്ചിങ്.